സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2 ഫാമുകൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒന്ന് ബ്രീഡറും ഒന്ന് അയൺ ഫാം. അത് രണ്ടും ഈ ഒരൊറ്റ എപ്പിസോഡിൽ ചെയ്യാൻ പോവുകയാണ്. ഇവനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നമുക്ക് കുറെ ഊള് വേണം, എന്നാലേ ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ബെഡ് ഉണ്ടെങ്കിലേ വില്ലേജറിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നേരെ അകത്ത് നിന്ന് ഷിയർ ഒപ്പിക്കണം. പിന്നെ ഞാൻ ഇവിടെ ഫുള്ള് ഞാൻ സെറ്റ് ചെയ്ത് ഇവിടെ ഫുള്ള് കുറച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കി ഇവനിവിടെ കെട്ടിക്കാം. എന്നിട്ട് ഷിയർ എടുത്തോണ്ട് വരാം. അയ്യോ, എവിടെ ഇവനെ പിടിച്ച് കെട്ടണം. ഇവനെ കുറച്ചായിട്ട് ഒപ്പിക്കാം. പിന്നെ ഞാൻ കുറേ നേരം കൊണ്ട് ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പരിപാടി ഞാൻ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത്, ഇതാണ് നമ്മളെ വേർഡ്. ഇവിടെയാണെങ്കിൽ സെറ്റ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ എല്ലാം നോക്കിയിട്ട് ഈ സൈഡിലുള്ള ഇത്രയും ഒരു ഐലൻഡും കണക്റ്റഡ് ഇവിടെ കുറച്ച് കണക്റ്റാണ്, ഇവിടെയും കുറച്ച് കണക്റ്റാണ്. അത് നമുക്ക് പിന്നീട് നോക്കാം. നമുക്ക് ഈ ഒരു ഐലൻഡിൻ്റെ ഒരു സൈഡിൽ എന്തെങ്കിലും ഇവിടെ ആയിട്ട് എന്തെങ്കിലും ഇവിടെ ബ്രീഡർ ഒപ്പിക്കാം. ഇവിടെ കുറച്ച് ദൂരമായിട്ട് അയൺ ഫാം സെറ്റ് ചെയ്യാം. അപ്പം ആദ്യം തന്നെ കുറേ സാധനങ്ങൾ ഒപ്പിക്കണം. ഐലൻഡ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഫ്ലാറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. മുട്ടടിച്ച് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. ഇവിടെ ആയിട്ട് ബ്രീഡർ സെറ്റ് ചെയ്യാം. ഇവിടെ ഒക്കെ കുറച്ച് ഫ്ലാറ്റ് ചെയ്യാനുണ്ട്. അവിടെ ഫ്ലാറ്റ് ചെയ്ത് പിന്നെ ഇതിനുള്ള ഐറ്റംസ് ഒപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഈ ചെസ്റ്റിൻ്റെ അകത്ത് ഞാൻ ബ്രീഡർ ഉണ്ടാക്കേണ്ട സാധനങ്ങളെല്ലാം ഒപ്പിച്ച് ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോകാം. പിന്നെ ഇവിടെ നോക്കിയേക്കാണ് ഞാൻ 2 പ്രാവശ്യം ചത്ത്. ഇവിടെ ഒരു പ്രാവശ്യം സ്കെൽട്ടൺ ഷോട്ട് ചെയ്തു. പിന്നെ ഈ ബാൻഡ് ഉണ്ടായത് അത് പറഞ്ഞുതരാം. ഞാൻ ഒരു പ്രാവശ്യം ചത്തത് എന്നെ ആ ക്യാബിൻ്റെ അകത്ത് ഞാൻ കുറച്ച് അയൺ അപ്പ് ചെയ്തോണ്ട് കുറച്ച് ആർമറും പിന്നെ ഈ ടൂൾസ് എനിക്ക് അവിടെ കുറെ ഡെർട്ട് മാറ്റാനുള്ളതുകൊണ്ട് കുറച്ച് അയൺ ഒപ്പിക്കാൻ വേണ്ടി പോയത്. അപ്പോഴ് എല്ലാം കൂടെ വളഞ്ഞൊന്ന് എന്നെ കൊന്നു. അടുത്തത് ഞാൻ അയണ് ക്യാബിനെടുത്താലല്ലേ കുഴപ്പം. അപ്പോഴ് വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഡോർ വെച്ചെടുക്കാന്നും പറഞ്ഞു പോയി. എന്നിട്ട് അവിടെ നിന്ന് അയൺ ഒപ്പിച്ച് തിരിച്ചു കയറി കഴിയുമ്പോൾ രാത്രിയായി. അപ്പത്തേനും ബെഡ് വെച്ച് ഞാൻ കിടന്നു. നോക്കിയപ്പോൾ വീണ്ടും മറ്റേ ഞാൻ ഒരു മോബിന് സ്ക്രീൻ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ആ മോബ് വന്ന് സ്പിയർ ചെയ്തെന്നെ കൊന്നു. എന്തിന് ഫുൾ ആർമറായ എന്നെ ഒറ്റ അടിക്കാനും. അത് എങ്ങനെയെന്ന് മാത്രം എനിക്ക് ഞാൻ 2 പ്രാവശ്യം ഞാൻ ചത്ത്. ഇനി ഇവിടെ എത്തി. ഇപ്പം നിങ്ങളൊരു ടൈം ലാപ്സ് കണ്ടിട്ട് പാ. കയറി ഇനി കുറച്ച് ബ്ലോക്കും കൂടെ എടുത്തോണ്ട് അങ്ങനെ പിടിച്ചിട്ട് 2 ഇനി ഇതെല്ലാം പൊട്ടിക്കും. പെട്ടെന്നൊക്കെ ജോലി എടുത്ത് ചെയ്യണം. അവന്മാര് ജോലി എടുത്ത് ഇനി അവന്മാര് ഏതെന്തിങ്ങനെ ഇരിക്കണ ടെസ്റ്റ് അപ്പോഴും കുറച്ച് രാഫ്കെ നിൽക്കണം. ഇവിടെ ഒരു കൂട് കൂട്ടും. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് രാഫ്കെ നിൽക്കാം. 4 വില്ലേജറിനായിട്ട് നമുക്ക് അയൺ ഫാമും കൂടെ ബിൽഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു 2 മണിക്കൂറിൽ കൂടുതൽ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ കുറേ വില്ലേജർ ആയെന്ന് തോന്നുന്നു. അപ്പം ഇനി അയൺ ഫാമിൻ്റെ പരിപാടി നോക്കാം. അപ്പം അതിനുള്ള ഐറ്റംസ് ഗ്യാദർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു.
അപ്പൊ ഈ ജസ്റ്റ് എല്ലാ സാധനവും എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സാധനവും എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു ടൈം ലാപ്സ് കണ്ടിട്ടോ. ഇതാ ഇവിടെ ഞാൻ 6 വില്ലേജസിനെ സെറ്റാക്കി ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കുകയും ചെയ്ത് സ്റ്റെപ്പും ചെയ്ത് ഇനി രാത്രി ആവണവരൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് പൊട്ടിച്ചും കൊടുക്കും. എനിക്കങ്ങനെ എന്തോ 2 സോംബിയെ കിട്ടി. അതെങ്ങനെയായിരുന്നു മാത്രം കിട്ടിയതും പോയി. കിട്ടിപ്പോയി. അപ്പൊ എന്റെ ഹാർട്ട് കണ്ടാറിയാൻ ഞാൻ ചാവാറായി. താഴോട്ട് പോകും. താഴെ ആരോ എന്നെ വിളിക്കും. താഴോട്ട് വിളിക്കണം. അങ്ങനെ അയൺ ഫാം സെറ്റായി. ഇനി ഇവിടെ ഒരു കുറച്ച് 2-3 വില്ലേജറിനെ വെച്ച് ഒരു ചെറിയ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കും. അത് ഒരു 4 വില്ലേജറിനെ ഇവിടെ ഒപ്പിച്ച് ഞാൻ ട്രേഡ് ചെയ്ത് കുറച്ച് ഒപ്പിച്ച് വയ്ക്കും. അടുത്ത എപ്പിസോഡിൽ എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അപ്പോൾ ഇത് നല്ല ലെങ്ത് ഉള്ള വീഡിയോ ആവുമെന്നാണ് തോന്നണത്. അപ്പോൾ ഇവിടെ അയൺ ഫാം സെറ്റായി. ഞാൻ ചത്ത സാധനങ്ങളെല്ലാം എന്തായിരിക്കും ഇത്ര അയണം വന്ന്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ